ഉത്രാടപ്പാച്ചിലിന്റെ അന്ന് മണ്ണെണ്ണ വിളക്കുകളും പലകകളും തുടങ്ങി ചിരവ, പൊടിപ്പാത്രങ്ങൾ, ചട്ടകം, വട്ടക എന്ന് വേണ്ട വീട് മുഴുവനുമായി കഴുകി വൃത്തിയാക്കുന്ന ജോലി ഞങ്ങൾ കുട്ടികൾക്കായിരുന്നു. കണ്ടില്ലേ, ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പോലും ഇപ്പോഴും ഉത്രാടപ്പാച്ചിലിന്റെ അന്നത്തെ ആ കഷ്ടപ്പാടുകൾ മാത്രമാണ് ഓർമ്മയിലുള്ളത്. ഇപ്പോൾ വലുതായ സമയത്ത് നമുക്ക് ജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും വീട് വിചാരിച്ച പോലെ ക്ലീൻ ആക്കി വെക്കാൻ കഴിയില്ല. അങ്ങനെ കഷ്ടപ്പെടുന്നവർ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാലക്കാട് പ്രൊവിഡൻസ് ഉള്ളത്. ഈ ഓണത്തിന് ഞങ്ങളുടെ വീടിനെ സഹായിക്കാനും പാലക്കാട് പ്രൊവിഡൻസ് എത്തിയിരുന്നു. വീടിന്റെ ജനൽക്കമ്പികളും വാതിലുകളും കബോർഡുകളും എല്ലാം നല്ല വൃത്തിയായി തന്നെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാൽക്കണി, നമ്മളുടെ കയ്യെത്താത്ത മുകളിൽ മാറാലകൾ പിടിച്ചിറക്കുന്ന സ്ഥലങ്ങളെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെഡ്, കട്ടിലൊക്കെ നീക്കം, ബെഡ് നല്ലോണം ക്ലീൻ ചെയ്ത് കട്ടിലൊക്കെ നല്ലോണം നീക്കിയിട്ടിട്ട് കട്ടിലിന്റെ അടിയിലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സിങ്ക്, വാഷ് ബേസിനുകൾ, ബാത്റൂം എല്ലാം നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് സോഫ ഡീപ് ക്ലീനിങ് ചെയ്യുന്നതാണ്. ഇതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പൊടികൾ നല്ലോണം പൊടി പിടിച്ചിരിക്കുന്ന സോഫയ്ക്കാണെങ്കിൽ ഡീപ് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിന്റെ സീറ്റിനനുസരിച്ചാണ് പൈസ വരുന്നത്. അപ്പൊ എക്സ്ട്രാ ചാർജ് ഉണ്ട്, അത് പ്രത്യേകം ഓർക്കണം. അതുപോലെ നമ്മുടെ വീട് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ആണ്. ആ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ക്ലീനിങ്ങിന് പൈസ വാങ്ങുന്നത്. അപ്പൊ ഇവിടെ ഒരു 8800 രൂപയോളം വന്നിട്ടുണ്ട്.